വേറൊരു കാര്യം നിന്നോട് ഞാൻ പറയാം. മിനിയുടെ മോള് വിളിച്ചു പറഞ്ഞത് ഇത് കേക്ക എന്തോ അതിന്റെ അകത്തിട്ട് എന്തേലും പണിതോണ്ടേ നീന്തപ്പഴം. മിനിയുടെ മോള് വിളിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടോ. മിനിയുടെ മോള് വിളിച്ച് പറഞ്ഞിട്ട് അറബിയുടെ അവിടെ പണിക്ക് ചെന്ന് കഴിഞ്ഞാല് 1 വർഷമൊക്കെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അറബി ഗർഭം തരും. ഗർഭം തരും. എനിക്ക് നീ ഒരുത്തരേ ഉള്ളൂ, കാണാനും കേൾക്കാനും സംസാരിക്കാനും എല്ലാം. എൻ്റെ പൊന്നു മോൻ അറബിയുടെ അവിടെ വീട്ടിൽ പോകുവോ കഴിക്കുവോ അവിടെ നിന്ന് സംസാരിക്കുകയോ ചെയ്യരുത്. പണിക്ക് പോവാ, നിന്റെ റൂമിൽ വരുവാ കേട്ടോ. ഗർഭം അല്ല, ദർഹം, അവിടുത്തെ പൈസയാ. ഞാനും കൂടെ പേടിച്ചു. എന്നാ മിനിയെ ഒന്ന് വിളിക്കണമല്ലോ. അമ്മ, ഞാൻ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ പോയതിന്റെ കാര്യം ഞാൻ പെട്ടി. ഞാൻ ഈ അമ്പലിയെ കാണാനല്ലോ അമ്പലത്തിൽ പോകുന്നത്. അല്ല, പ്രാർത്ഥിക്കണ്ടേ? ഇത്രയും സമയമായി, സാമിയെ വിളിച്ചോ നീ? ഇല്ല, വിളിച്ചില്ല. എപ്പാ വിളിക്കാനാ? ഇന്ന് വൈകിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? വിളിച്ചു പറ, സാമിയെ വിളിച്ചിട്ട് പൂജയ്ക്കുള്ള സാധനം എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാന്ന് പറ എൻ്റെ മോൻ കേട്ടോ.